ഹലോ. അപ്പം ഇന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരു കാര്യം വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് എന്ത് കാര്യമാണെന്ന് അവിടെ ചെന്നതിന് ശേഷം കാണാം. നമ്മൾ കടയിലെത്തി കേട്ടോ. സിജാച്ചിന് ഇച്ചിരി പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ഓടിപ്പോയി. ഇതുകൊണ്ട് ഭയങ്കര കാറ്റാണ് പുറത്ത്. ഇതാണ് നമ്മൾ മേടിക്കാൻ വന്ന കട. നമ്മളെടുക്കാൻ വന്ന കൂട്ടം 15 Pro ആണോ? അല്ല, അതോ ഇനി ഐവാച്ചാണോ? അൾട്രാ? അതുമല്ല. ഇനി ഐപാഡാണോ? അതുമല്ല. പിന്നെ എന്താണ് നമ്മൾ എടുക്കാനായിട്ട് വന്നേ? നമുക്ക് ആദ്യം ഇവിടുത്തെ സെയിൽസ്മാൻമാരെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ മേടിക്കാൻ വന്ന കാര്യം ഇവിടെ ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തു. ഇനി നമുക്ക് ഒരാഴ്ച പിടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അന്ന് വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് പോവുമായിരുന്നു. പിന്നെ ഇന്നാണ് സാധനം മേടിക്കാൻ വരുന്നത്. ഒരാഴ്ച പിടിച്ചു സാധനം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ സാധനം മേടിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്താണെന്ന് നിങ്ങൾ വീഡിയോ കാണുക, ലാസ്റ്റ് വരെ കാണുക. ഓക്കെ. നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ള ഒരു സ്റ്റോറാണിത്. ഹാർവേ നോർമൻസ് എന്നാണ് ഈ ഒരു സ്റ്റോറിൻ്റെ പേര്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും. അപ്പം നമുക്ക് വാച്ച്, ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്കിവിടെ വരാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. Oh yeah, yeah. അന്നേരം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമുക്ക് ഇന്നലെ കൈ കിട്ടിയ കേട്ടോ. സിജാച്ചൻ പോയി മേടിച്ച വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇന്ന് നമ്മളത് ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്നപ്പം ഞങ്ങൾ ഒരുമിച്ച് അത് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. അപ്പം കണ്ടോ, സിജാച്ചൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഐറ്റം. DJI Pocket 3 എന്നാണ് എൻ്റെ പേര്. നമുക്കൊരു വ്ളോഗൊക്കെ എടുക്കാൻ പറ്റിയ ക്യാമറയാണിത്.
ഞങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടാണ് ഇത് ബുക്ക് ചെയ്തത്. നമുക്ക് നോക്കാം, പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചാണ് കേട്ടോ ഇത്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കുറച്ച് ഷെയ്ക്കിംഗ് ആണ്, ടി വിയിൽ കാണുമ്പോൾ. ഫോണിൽ അത്രയ്ക്ക് പ്രശ്നമില്ല, ടി വിയിൽ കാണുമ്പം കുറച്ച് ഷെയ്ക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിജാച്ചൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു ക്യാമറ എങ്കിൽ മേടിക്കാമെന്ന്. ഇതാണ് ക്യാമറ. ഇതിൻ്റെ കൂടെ കുറച്ച് സ്കാൻ ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിൻ്റെ സ്കാനിങ് QR കോഡാണിത്. പിന്നെ കുറച്ച് പേപ്പേഴ്സ് ഇതൊക്കെ മാറ്റി വെക്കാം. പിന്നെ നോക്കാം. ഇതാണ് ക്യാമറ. ക്യാമറ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു കേസ് കിട്ടുന്നുണ്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതാണ് ക്യാമറ. ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്ന്. ഇതാണ് ക്യാമറ. നമ്മളിത് പീൽ ചെയ്യുകയാണ്. ഇതാണ് ചെറിയ കുഞ്ഞൻ ക്യാമറയാണിത്. ക്യാമറ അത് ഇതാ എവിടെയാ ക്യാമറ? അതാണ്ട് ഇത്, അത് സ്ക്രീൻ. ഇത് പീൽ ചെയ്യാണ്. എന്നിട്ട് ഇങ്ങനെ ഗൈസ് ക്യാമറ ഓൺ ആയി ഗൈസ്. പിന്നെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ട് ഇതിനകത്ത്. ഇംഗ്ലീഷ്. ഓക്കെ, ഇനി സ്കാൻ ചെയ്യണം. അതൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എടുക്കുന്നത് നമ്മളിപ്പം നമുക്ക് ഫേസ് കിട്ടാൻ വേണ്ടി ക്യാമറ തിരിഞ്ഞതുണ്ടോ ഗൈസ്? എന്നെ കൂടെ കാണണ്ടേ? ഹലോ. പിന്നെ വീണ്ടും തിരിഞ്ഞാണ് ക്യാമറ. നമുക്ക് ഇങ്ങനെ ഷെയ്ക്ക് ഇല്ലാതെ വീഡിയോ നമുക്ക് എടുക്കാം. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാൽ അത് നമ്മളെ സ്കാൻ ചെയ്യും കേട്ടോ. കണ്ട, അതിന്റെ തല തിരി. ക്യാമറ മാത്രമേ ഉള്ളോ കിട്ടിയുള്ളൂ? അല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കൈ പിടിക്കാനായിട്ടൊരു സ്റ്റാൻഡ് പോലെ സാധനമുണ്ട്. നമുക്കത് കണക്ട് ചെയ്ത് നമുക്ക് ഇച്ചിരി ഇതിന് വലിപ്പം കൂട്ടാം. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇത് നമ്മൾ അതൊരു കോംബോ പാക്ക് അല്ല മേടിച്ചത്, നമ്മൾ സാധാ പാക്കാണ് മേടിച്ചത്. നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് കണ്ടോ, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കയ്യിൽ ചൂട് ഗ്രിപ്പ് ആയിട്ട് കിട്ടും. അപ്പോൾ അതൊരു സംഭവമാണിത്. ഇപ്പം നമ്മൾ അല്ലാതെ ഇവിടെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ഞങ്ങളുടെ ബാറ്ററി മേടിച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതൊരു 100 മിനിറ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബാറ്ററി ഒരു 100 മിനിറ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ചാർജല്ല, നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് മാറി 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 നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം ഇത് ചാർജ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിന് ബാറ്ററി കുത്തി കഴിയുമ്പം ഈ ബാറ്ററി ചാർജ് തീർന്നു കഴിയുമ്പോഴത്തേന് അപ്പോൾ ഇത് ചാർജ് ആവും. അപ്പോഴത്തേന് ഈ ബാറ്ററി കൂടി നമുക്ക് പവർ ബാങ്ക് ചാർജ് ചെയ്തിട്ട് വീണ്ടും ഇത് കുത്തുവാണെങ്കിൽ നമുക്ക് അങ്ങനെ സുഖമായിട്ടൊരു നമുക്കൊരു ദിവസം ഫുൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ നമ്മൾ മേടിച്ച കേട്ടോ ബാറ്ററി. ഇതിൻ്റെ കൂടെ ഒന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വരുന്നില്ല ഗൈസ്. എന്താ അത് വരുന്നില്ല ഗൈസ്. ഇത് തന്നെ പുട്ടോ ഗൈസ്, വരുന്നില്ല ഗൈസ്. ഭയങ്കര നീളമില്ല ഗൈസ്. അതെ, ഇതിൻ്റെ കൂടെ നമുക്കൊരു ചാർജ് ചെയ്യാനൊരു സി പ്ലഗ് അല്ലേ, അത് സി പ്ലഗ് വരെ സാധനം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്ട്രാഫ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു കേബിള്, അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത്, ക്യാമറ,
പിന്നെ അതിൻ്റെ ഒരു എന്താ അതിന് പറയാ, സ്പാഫോ. ഇത് നമുക്ക് പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ ഒരു അവസ്ഥയാണ്. പഠിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇനി അടുത്ത വീഡിയോ ഞങ്ങൾക്ക് ഇതിലായിരിക്കും ഞങ്ങൾ വ്ലോഗ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അത് തന്നെ. ഇത് അതിൻ്റെ പിന്നെ നമ്മൾ അത് ഊരണ്ടല്ലോ ബാറ്ററി. പിന്നെ ഇത് കണ്ടോ, സെപ്പറേറ്റ് ലെൻസ് ഒക്കെ ഓൺലൈൻ വഴി നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. ഇതിന്റെ ബാറ്ററിയാണ്. ലെൻസ് ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെന്താ ഓൺലൈൻ വഴി മേടിച്ചേ? ഇതിന്റെ ബാറ്ററി നമ്മൾ എക്സ്ട്രാ നമ്മൾ വേറെ മേടിക്കുമായിരുന്നു. ഓക്കെ, അത് എക്സ്ട്രാ, അത് ബാറ്ററിയാണ് അച്ഛൻ കണക്ട് ചെയ്തത്. അല്ല, ബാറ്ററി അല്ലത്, ഇതാണ് ബാറ്ററി. അതല്ലേ സിജോ കുത്തിയ കുറച്ച് മുമ്പേ. ബാറ്ററി അല്ലത്. എന്താ അത് ബാറ്ററി അല്ല, ഇതാണ് ബാറ്ററി. അതിൻ്റെ ഇത്ര നീളമുണ്ട് ബാറ്ററി. ഇതാണ് ബാറ്ററി. കണ്ടോ, ഇപ്പം ചാർജായി. കണ്ടോ, ചാർജിങ് ആയി കാണും. അപ്പോൾ നമുക്ക് ഇതൊരു 50% ഉണ്ട്. പക്ഷെ നമുക്കൊരു നല്ലൊരു 100 മിനിറ്റ് വരെ നമുക്ക് വ്ലോഗ് ചെയ്യാം. അപ്പം ഇതെന്താണ്? ഇത് ബാറ്ററിയാണ്. അല്ലല്ല, അത് ബാറ്ററി. നമുക്കത് കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കാനും പിടിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടി ഹാൻഡിൽ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ. നമ്മളിനി അത് അടുത്തത് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് അടുത്ത് പാക്ക് ചെയ്യാൻ പൊട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ യെസ് പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെ എന്തെന്നാ, ചാർജറാ? ഒരു ചാർജർ ആയിരിക്കും ഗൈസ്. ചാർജ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം. ചാർജർ അല്ല, ഈ ഐ തിങ്ക് ഇവിടെ മൈക്ക്. സോറി, മൈക്ക് നമ്മുടെ ഇല്ല ഗൈസ്. ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിങ്ങനെ ക്യാരി ചെയ്ത് നമ്മൾ ഒന്നും മറക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ക്യാമറ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയത് ഒരു മെമ്മറി കാർഡാണ് വേണ്ടിയത്. ഒരു 128 GB എങ്കിലും മിനിമം വേണം. 128 GB ഇട്ടിട്ട് നമുക്കത് സ്ലോ അതിനകത്ത് എഴുതി കാണിക്കുന്നത് വർക്കാവുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് റീൽസ് എടുക്കാം, വ്ളോഗും എടുക്കാൻ പറ്റുന്ന ക്യാമറയാണ്. അത് ഷേക്കിംഗ് ഒന്നുമില്ല. നല്ല വ്ളോഗ് അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റിയിൽ നല്ല കളറും കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോണിനേക്കാൾ നല്ല കളറും കയറുന്നുണ്ട്. പിന്നെ ചാർജ് ചെയ്യാനായിട്ട് 20 മിനിറ്റിനുള്ളിൽ 100% ചാർജ് ആവും. പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് ചാർജ് പോകുന്നുമുണ്ട്. എന്തോ ഒരു പവർ ബാങ്കും ഈ ബാറ്ററി എക്സ്ട്രാ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഒരു 2 ദിവസം ഫുള്ളായിട്ട് നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് 90 ഡിഗ്രി 180 ഡിഗ്രിയിലൊക്കെ ക്യാമറ നമുക്ക് ഏത് ആംഗിളിൽ വേണം തിരിക്കാം. അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് അതിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വ്ളോഗിനും പിന്നെ റീൽസിനും ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. നല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം അത്യാവശ്യമായിട്ട് നോക്കേണ്ടത്, ഇത് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. വെള്ളം വീണ തീർന്ന്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അയർലൻഡ് മൊത്തം മഴയാണ്. ഇതെടുത്തൊരു അബദ്ധമായോ എന്നൊരു സംശയം ഇല്ലാതില്ല. വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ വാറണ്ടി ഒന്നും കിട്ടത്തില്ല. ക്യാമറ അടിച്ചു പോയി ഗൈസ് എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മള് ഇതിനു വേണ്ടി ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഐഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ വീഡിയോ നമ്മുടെ ഫോണിനകത്ത് തന്നെ കാണാൻ പറ്റും. അങ്ങനെ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്യുക, എഡിറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ഇതില് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഫോണിൽ അന്നേരം തന്നെ വരും ഈ ആപ്പിനകത്ത്. പിന്നെ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എളുപ്പമാണ് നമുക്ക് കാര്യങ്ങൾ. നമുക്ക് മൈക്കിന്റെ ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പറ്റുന്നിടത്ത് ഇവിടെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് മൈക്ക് ഉള്ളത് നല്ലതാ. പക്ഷെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടാ സൗണ്ട് വീഡിയോയിൽ വരുന്നുണ്ട്. പിന്നെ ഞങ്ങള് ഹാപ്പിയാണ് അതില്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അത് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതില്. പിന്നെ നാട്ടിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനം കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരാഴ്ച വെയിറ്റ് ചെയ്തേണ്ടി വന്നു ഇവിടെ ഓർഡർ ചെയ്യാനായിട്ട്. ഞങ്ങൾ ആദ്യം അന്വേഷിച്ചപ്പോൾ സാധനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റ് ഇല്ലായിരുന്നു. പിന്നെ ബഡ്ജറ്റുമായിട്ട് നമ്മൾ അവിടെ ചെന്നപ്പം സാധനം ഇല്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പേ ചെയ്തിട്ട് ഇങ്ങ് പോകുന്നു. പിന്നെ പിറ്റേ ആഴ്ചയാണ് നമുക്ക് സാധനം കിട്ടുന്നത്. എനിവേ അല്ല, ഞങ്ങൾ ആദ്യം ഇത് നോക്കാൻ പോയപ്പം ഡോണാക്കി ഒരു ക്യാമറ ഞാൻ എടുത്തു കൊടുത്തു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ക്യാമറ മേടിച്ചിട്ടുണ്ട്, മറ്റേ ഫുജി ഫിലിമിന്റെ. അത് ഞാൻ മേടിച്ചിട്ടുണ്ട്, എന്റെ പച്ച. ഞാൻ കാണിച്ചു തരാം, 1 സെക്കൻഡ്.
ഇതാണ് എൻ്റെ ക്യാമറ, കണ്ടോ നല്ല ഗ്രീൻ അല്ലേ. അപ്പം ഇത് നമ്മൾ മേടിച്ച്, ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഫിലിമൊക്കെ നമുക്ക് കിട്ടുന്നത്. ഒരു പാക്കറ്റിൽ 20 ഫിലിമോളം ഉണ്ട്. അപ്പം അത് നമ്മൾ ഇതിനകത്ത് ഇടണം. പിന്നെ ഇവിടെ വേണ്ട, ഇവിടെയൊക്കെ എഴുതി വരും എത്രത്തോളം. 10 ഫിലിമാണ് ആദ്യത്തെ ഇതിലിടുന്നത്. അപ്പം ഇതിൽ എഴുതി വരും ബാലൻസ് എത്ര ഉണ്ടെന്ന്. ഇനി ഇതിനകത്ത് 3 എണ്ണം കൂടെ ഉള്ളൂ, ബാക്കി നമ്മൾ ഇടണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കേസ് മേടിച്ചു. അപ്പം നമുക്ക് ഈ സെയിം കളർ തന്നെ ഇതിനായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു ഇങ്ങനെ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരത്തില്ലേ, നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫോട്ടോകൾ. ഞങ്ങളത് എടുത്ത ഒരു ഫോട്ടോ കാണിച്ചു തന്നാൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫോട്ടോസ് ഇങ്ങനെ കിട്ടും. കണ്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു.